ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ മോളിൽ കരഞ്ഞോടി വരുന്ന വേറൊന്നുമല്ല. അനിയൻ 4 ദിവസം ലീവിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വർക്കിന് തിരിച്ചു പോകണം എറണാകുളത്തേക്ക്. അപ്പോൾ അവനെ പോവണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ കരച്ചിൽ. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് മാമുണ്ണണ്ടേ, മാമൻ പോവാതെ വീട്ടിലിരുന്ന എങ്ങനെയാണ്, ജ്യൂസ് വാങ്ങിയിട്ട് വരാം, മിഠായി വാങ്ങിയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവളുടെ ചെവിയിലേക്ക് കയറുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ അട്ട ഒട്ടുന്ന പോലെ ഒട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന പോലും ഇല്ല. ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എന്താണ് വീണോ, എന്താണ് കരയുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രമാത്രം കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരോട് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെയും കൂടെ കൊണ്ടുപോകുന്നു പറഞ്ഞു. പക്ഷെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാനിരിക്കാനും ഒന്നും ഇപ്പോഴും ആയിട്ടില്ല. അങ്ങനെ എൻ്റെ അനിയൻ അറ്റത്താണ് കേട്ടോ ഇരുന്നത്. കാരണം സ്റ്റോപ്പെത്തി വേഗം ഇറങ്ങാൻ അവളെ അറിയാതെന്ന് വെച്ചിട്ട് സംഭവം ഇറങ്ങുന്നതൊന്നും അറിഞ്ഞില്ല. പകുതി ദൂരം എത്തിയിട്ടാണ് മാമനോടെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി. പാവം കുട്ടി. അപ്പോഴാണ് എൻ്റെ മോള് മാമൻ ഇറങ്ങിയ കാര്യം അറിയുന്നത്. ഇവിടെ അറിയാതെയാണ് അവൻ ഇറങ്ങിയത്. അപ്പോൾ കൊണ്ടുപോയ പിള്ളേർ പറയും, ചേച്ചിയുടെ മോള് കാരണം റോഡിലുള്ള സകലവർ ഞങ്ങളെ നോക്കുന്നത്, കാര്യം എന്താ, കിഡ്നാപ്പ് ചെയ്യുന്ന പിള്ളേരാണെന്ന് വെച്ചിട്ട്. അവരും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മോള് കാരണം അങ്ങനെ ഒരു അവസ്ഥയായി. പാവം പിള്ളേർ